There are people who spend money also there. അതിനാണ് എല്ലാവരും 4 മണിക്കൂർ മുമ്പൊക്കെ വരാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നു, ഈ 400 പാസഞ്ചറെ പുറത്തുകൊണ്ട് താമസിപ്പിക്കാൻ അവർക്ക് വിസ അടിക്കണം. There are 5-star hotels in the airport. അപ്പോൾ ഇവർ വിചാരിക്കും, why don't we conduct the meeting in the hotel itself? 365 days of the year they conduct survey for one airport. Every company has about 6,000 to 7,000 staff. ലോകത്ത് ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് എയർപോർട്ടാണെന്നറിയാം. ഇപ്പോൾ എല്ലാ എയർപോർട്ടും പ്രൈവറ്റായി. എർവിക് സ്റ്റോക്സിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഏവിയേഷൻ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു എപ്പിസോഡിൽ എയർപോർട്ട് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അഷ്റഫ് സർ ടു ദ പോഡ്കാസ്റ്റ്. സർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. സർ, നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ സർ ഇൻട്രൊഡക്ഷൻ ടു ഏവിയേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. സോ ഇന്ന് നമുക്ക് ജസ്റ്റ് എയർപോർട്ടും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാവോ? ഓക്കെ, നമ്മളന്ന് എയർപോർട്ടിനെ പറ്റി പറഞ്ഞു, പ്ലെയിൻ വരുന്നത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പണ്ട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ, ഐ ഡോണ്ട് നോ വെദർ യു നോ അബൌട്ട് ദാറ്റ്, അന്ന് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബസ് സ്റ്റാൻഡൊക്കെ ഇല്ലേ, ഒരു ബസ് സ്റ്റാൻഡിൽ വന്നാൽ ബസ് വരിക, ആൾക്കാർ യാത്രക്കാർ കയറി പോവും, ഇറങ്ങുന്ന ആൾക്കാർ അവിടെ നിന്നിട്ട് വേറെ പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു അങ്ങനെയായിരുന്നു ഒരു എയർപോർട്ട് പണ്ട്. ഇറ്റ്സ് ഓൺലി എ പ്ലേസ് ഫോർ ദ പീപ്പിൾ ടു എംബാർക്ക് ഓർ ഡിസംബാർക്ക് ഇൻ എയർക്രാഫ്റ്റ്. അത്ര ചെറുതായിരുന്നു സംഭവം, ഒരു ചെറുത്, വളരെ ചെറുത്. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ പണ്ട് കൊച്ചി എയർപോർട്ടിൽ 60 കാലഘട്ടത്തിലൊക്കെ ചെറിയൊരു എയർപോർട്ടുണ്ട് അവിടെ. അതൊന്ന് രാവിലെ ഒരു ഫ്ലൈറ്റ് ബോംബെക്ക് പോകാൻ വരും, ചെറിയ ആവറോ എയർക്രാഫ്റ്റ്. ഉച്ചയ്ക്ക് ചെന്നൈക്ക് വരണം, പിന്നെ വൈകുന്നേരം വേറൊരു ഫ്ലൈറ്റ് ബോംബെക്ക്. അവിടെ കുറേ ആൾക്കാർ വരും, അവർ പെട്ടിയും സുക്കി അവിടെ വന്ന് കയറിങ്ങ് പോകും. അതായിരുന്നു അങ്ങനെ എയർപോർട്ട് അന്നായിരുന്നു, അങ്ങനത്തെ എയർപോർട്ടായിരുന്നു അന്ന്. ഇപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻഡസ്ട്രിയാണത്. ഇപ്പോൾ നമ്മൾ എവറിബഡീസ് വറീഡ് അബൌട്ട് എന്താ പറയുക, ഹൗ ടു മേക്ക് ദ പാസഞ്ചേഴ്സ് മോർ കംഫർട്ടബിൾ. എയർപോർട്ട് എങ്ങനെയാണ് ആൾക്കാരെ ആകർഷിക്കുക അങ്ങോട്ടേക്ക്, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് എല്ലാ എയർപോർട്ടും നോക്കുന്നത്. ദേ ആർ കോമ്പറ്റിങ്, എവറി എയർപോർട്ട് ഈസ് കോമ്പറ്റിങ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ന് കേരളത്തിൽ നമുക്ക് 3 എയർപോർട്ടുണ്ട്, ഇവിടെ 4 എയർപോർട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ, റൈറ്റ്? അപ്പോൾ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ദേ ആർ കോമ്പറ്റിങ് വിത്ത് ഓൾ ദീസ് 3 എയർപോർട്ട്സ് ടു ബിക്കം ദ ബെസ്റ്റ്. അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് നടത്തുന്ന ആൾക്കാർ കൊച്ചി വന്ന് യാത്ര ചെയ്യുന്നുണ്ട്, കൊല്ലത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് യാത്ര ചെയ്ത് പോകുന്നുണ്ട്. കാരണം അവർ നോക്കുന്നത് വെച്ചാൽ ദ കംഫർട്ട് ആൻഡ് ഇവിടെ കിട്ടുന്ന ബാക്കി സർവീസുകൾ, അത് മറ്റേ എയർപോർട്ട് കിട്ടില്ലെങ്കിൽ ദേ പ്രിഫർ ഗോയിങ് ഫ്രം ഹിയർ ഓൺലി. ഇപ്പോൾ ഒരു കൗൺസിലുണ്ട്, എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് ബേസ്ഡ് ഇൻ മോൺട്രിയൽ. അപ്പം അതിൽ മെമ്പേഴ്സ് ആ എയർപോർട്ടിൽ ഒരുപാടുണ്ട്. ഇപ്പം അവരാണ് ഇതിനൊക്കെ ഒരേ സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും തീരുമാനിക്കുന്നത്. ഈ എയർപോർട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അത് പാസഞ്ചർ കംഫർട്ടിന് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം എയർപോർട്ട്സ് ആർ കോമ്പറ്റിങ് ഈച്ച് അതർ. അതിന് ദേ ഗിവ് പ്രൈസസ് ഓൾസോ. ഏറ്റവും നല്ല എയർപോർട്ട്, ഏറ്റവും നല്ല അറൈവൽ ഹാള്, ഏറ്റവും നല്ല ഡിപ്പാച്ചർ ഹാള്, മനസ്സിലായില്ലേ, ഏറ്റവും നല്ല ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്, പിന്നെ ബാക്കി സ്റ്റാഫ് എങ്ങനെയാണ്, അതിന് ദേ കണ്ടക്ട് സർവേ. 365 days of the year they conduct survey for one airport. പണ്ട് സാധാരണ ഒരു ഓഡിറ്റ് പോലെ ഒരു ദിവസം 2 ദിവസം അല്ല, 365 days. അത് സെലക്ട് ചെയ്ത എയർപോർട്ടിലൊക്കെ അവർ ദേ ഡു സർവേ ദ എയർപോർട്ട് ഫോർ 365 days. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ കയറുന്ന സമയം മുതൽ പാസഞ്ചർ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, അതായത് ഫ്ലൈറ്റിലേക്ക് പോകുന്നില്ലേ, ആ സമയം വരെയുള്ള സർവീസ് മൊത്തം അവർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില കമ്പനികളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബിസിനസ് നാച്ചുറലി എന്താ പറയുക, ദേ ട്രൈ ടു ഇംപ്രൂവ് ദെയർ ബെസ്റ്റ് ആവണം, അവർക്ക് ബെസ്റ്റ് ആവേണ്ടേ പറ്റുള്ളൂ, മനസ്സിലല്ലേ. അതിന് അത് വെച്ച് അവർ മാർക്കറ്റ് ചെയ്യും. ഇത് ദി എയർപോർട്ട് കമ്പനീസ് ദേ ക്യാൻ എവറി ഇയർ ദേ ഹാവ് എ പ്രോഗ്രാം. അവർ പറയും, ഓക്കെ, വി ആർ ദ അവാർഡ് വിന്നിംഗ് എയർപോർട്ട് ഓഫ് ACI, the best
അറൈവൽ എയർപോർട്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിപ്പാച്ചർ സൈഡ്, അല്ലെങ്കിൽ ഓവറോൾ ഇത് അങ്ങനെ പല പല അതിനകത്ത് കാറ്റഗറീസ് ഉണ്ട് അതിന്. അതായത് സംസാരിക്കാൻ നമുക്കിപ്പോൾ ഈ സമയം ചുരുങ്ങിയ സമയം പറ്റില്ല. ബട്ട് ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു ദാറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എയർപോർട്ടിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയാണ് അല്ലേ. സോ ബേസിക്കലി എയർപോർട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് കമ്പനിയാണ്. ലൈക്ക് സിയാൽ, ട്രിവാൻഡ്രം എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്, ബോംബെ, ഹൈദരാബാദ്, ഡൽഹി, അങ്ങനെ പല പല എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ. ഇതെല്ലാം ഒരു കമ്പനിയുടെ കീഴിലാണുള്ളത്. ദേ ആർ ദ എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ്. ദേ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് എയർപോർട്ട്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം എയർപോർട്ട് ഉണ്ടാക്കിയ ശേഷം അവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കില്ല. അവിടെ കുറേ ജോലിക്കാരുണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ പിന്നെന്താണ് വേണ്ടത്? അവിടെ വരുന്ന ആൾക്കാർ എയർലൈൻസ് ആണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എയർലൈൻസ് ആണ്. അപ്പോൾ എയർലൈൻസ് വരും അവിടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗൾഫിൽ എല്ലാ എയർലൈൻസും നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ എയർപോർട്ടിൽ വരുന്നുണ്ട്. സിയാലിൽ വരുന്നുണ്ട്, പിന്നെ കാലിക്കറ്റിൽ വരുന്നുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. ഇവിടെ മറ്റുള്ള ഫോറിൻ എയർലൈൻസും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തായ്ലൻഡിൽ നിന്നുള്ള ഫ്ലൈറ്റ് വരുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ എയർലൈൻസും വരും. അത് ഒരു സ്റ്റേക്ക് ഹോൾഡർ. അപ്പം എയർലൈൻസ് പലതുണ്ട്. ഇപ്പോൾ എമിറേറ്റ്സ് ഉണ്ട്, ഇത്തിഹാദ് ഉണ്ട്, ഖത്തർ എയർവേസ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്. ഇൻഡിഗോ നാഷണൽ എയർലൈൻ ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഇന്റർനാഷണൽ എയർലൈൻ. നാഷണൽ എയർലൈൻസും വരുന്നുണ്ട്. അവർക്ക് ദേ ഓൾസോ ഹാവ് എ സ്പേസ് ദെയർ. അപ്പോൾ ഈ എയർലൈൻസ് ഒക്കെ വന്ന് അവർ സ്ഥലമെടുത്ത്, ഇവരൊക്കെ റെന്റിന് സ്ഥലം എടുക്കുന്ന അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം അവർ സ്ക്വയർ ഫീറ്റിനൊക്കെ ഭയങ്കര ഡോളർ റേറ്റിലാണ് വെക്കുന്നത്. എസ്പെഷ്യലി വെൻ ഫോറിൻ എയർലൈൻസ് കംസ് നോ വി ഹാവ് ടു പേ ഇൻ ഡോളേഴ്സ്. കാരണം ഐ വാസ് ഇൻ ഖത്തർ എയർവേസ്, സോ ഐ നോ അബൌട്ട് ദാറ്റ്. വി പേ ഇൻ ഡോളേഴ്സ്. അപ്പോൾ അത് ഒരു ഇൻകമാണ്. ആ സ്ഥലം വാടക കൊടുക്കുക. അത് വലിയ വലിയ എയർലൈൻസിന് കുറച്ച് സ്ഥലം പോരാ. ഒരു മെയിൻ ഓഫീസ് വേണം, ഒരു ബാക്ക് ഓഫീസ് വേണം, മനസ്സിലല്ലേ? പിന്നെ ഈ ഫ്രണ്ട് ഡെസ്ക് വേണം, അവിടെ ആൾക്കാർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ. അങ്ങനെ 3-4 ഓഫീസ് നമുക്ക് വേണ്ടി വരും. ഒരു സ്റ്റോർ റൂം വേണ്ടി വരും. ഇതുപോലെ എയർലൈൻസിൻ്റെ ഓഫീസിനായിട്ട് ഇവർ സ്ഥലം വാടക കൊടുക്കും. ദാറ്റ് ഈസ് വൺ, മനസ്സിലല്ലേ? അതൊരു ഇൻകമാണ് അവർക്ക്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ, എയർലൈൻസ്. ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഹാൻഡ്ലിംഗ് കമ്പനീസ് ആർ ദെയർ. അതായത് ഒരു എയർക്രാഫ്റ്റ് വരുമ്പോൾ നമുക്ക് മിനിമം ഒരു 25 സ്റ്റാഫ് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ, ഒരു എയർക്രാഫ്റ്റ്. അങ്ങനെ ഒരു 10 എയർക്രാഫ്റ്റ് ഒരേ സമയത്തുണ്ടെങ്കിൽ എത്രയാണ്? 25 × 10, 240 സ്റ്റാഫ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു ചെറിയ എയർപോർട്ടിനെ പറ്റി പറഞ്ഞത്. വെരി സ്മോൾ എയർപോർട്ട്. മിനിമം 25. ഒരു സമയത്ത് ഒരു 10 ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ 240-250 സ്റ്റാഫ് വേണം. അപ്പോൾ ബോംബെയും ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, കൽക്കട്ട ഒക്കെ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ആയിരിക്കുന്നുള്ളത്. സി ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ഡൽഹിയിൽ ഒരു കമ്പനിക്ക് തന്നെ ഹാൻഡ്ലിംഗ് കമ്പനി, അതായത് BWFS, അത് ബേർഡ് വേൾഡ് ഫ്ലൈറ്റ് സർവീസ്, അവർക്ക് ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. അവരുടെ ആ ഒറ്റ കമ്പനിക്ക് തന്നെ 6000 സ്റ്റാഫ് ഉണ്ട് അതിനുള്ളിൽ. അതുപോലെ 3 കമ്പനി ഉണ്ട് ഉള്ളിൽ. എവറി കമ്പനി ഹാസ് അബൌട്ട് 6,000 to 7,000 സ്റ്റാഫ്. അപ്പോൾ എത്രയായി? 10-20 സ്റ്റാഫായി. കറക്റ്റ്. എയർപോർട്ട് കമ്പനി സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഈ ഹാൻഡ്ലിംഗ് കമ്പനി ഈസ് എ സെക്കൻഡ് സ്റ്റേക്ക് ഹോൾഡർ ദെയർ. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സൗകര്യം വേണം. എയർലൈൻസിന് ചിലപ്പോൾ 3-4 സ്റ്റാഫ്, അല്ലെങ്കിൽ മാക്സിമം 10 സ്റ്റാഫ്, 12 സ്റ്റാഫൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് 6,000-7,000 സ്റ്റാഫ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റി, അവരുടെ അഡ്മിനിസ്ട്രേഷൻ റൂം, സ്റ്റാഫ് വർക്കിംഗ് ഏരിയ, കൂടാതെ അവരുടെ മാനേജേഴ്സ് റൂംസ്, അങ്ങനെ ഒരുപാട് സ്ഥലം അവർ ഓക്കുപ്പൈ ചെയ്യും. നിങ്ങൾക്ക് വാടക ഉണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. ദേ ഹാവ് ടു പേ ഫോർ എവറി സ്ക്വയർ ഫീറ്റ് ദേ ആർ ഓക്കുപ്പൈങ്. പിന്നെ ഫർണിഷിങ് നമ്മൾ സ്വന്തം ചെയ്യണം. നമുക്കൊരു ഹാള് തരും അവർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ചെയ്ത് റൂമാക്കി മാറ്റണം. ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൺസേൺഡ് പീപ്പിൾ ഹൂ ആർ കമ്മിങ് ദെയർ. ഇപ്പോൾ ഹാൻഡ്ലിംഗ് കമ്പനി, 3 ഹാൻഡ്ലിംഗ് കമ്പനി വേണം ഒരു എയർലൈൻ, ഒരു എയർപോർട്ടിൽ മിനിമം. ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് IATA.
ആയിട്ടം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയിട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ആയറ്റ. അവരുടെ നിയമപ്രകാരം വി നീഡ് ടു ഹാവ് മിനിമം 3 ഹാൻഡ്ലിംഗ് കമ്പനി ഇൻ 1 എയർപോർട്ട്. അപ്പോൾ എന്തിനാന്ന് ചോദിക്കും, എന്തിനാ 3 പേരെന്ന്? കാരണം ഇതിനകത്ത് കോമ്പറ്റീഷനാണ്. സോ എവരിബഡി ഈസ് എന്താ പറയുക, കോമ്പറ്റിങ് ഈച്ച് അതർ ടു ഗിവ് ബെസ്റ്റ് സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഒരു എയർലൈൻ, നമ്മൾ എയർലൈൻ ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ഖത്തർ എയർവേയ്സ് വർക്ക് ചെയ്യുമ്പോൾ, വി ആർ ദ 5 സ്റ്റാർ എയർലൈൻ. ആൻഡ് ആ എയർലൈനാണ് കഴിഞ്ഞ 8-9 വർഷമായിട്ട് ദ ബെസ്റ്റ് എയർലൈൻ ഓഫ് ദ വേൾഡ് അവാർഡ് കിട്ടുന്നത്. യാ. അപ്പോൾ when I was there, no, I have some kind of the responsibility to the passengers. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. വി ഹാവ് ടു ഗിവ് ദാറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് കസ്റ്റമർ സർവീസ് ടു ദ പീപ്പിൾ. അപ്പോൾ അതിന് ദ ഹാൻഡ്ലിംഗ് കമ്പനി ഈസ് നോട്ട് ഗിവിങ് ദാറ്റ് സർവീസ് ടു ദാറ്റ് എയർലൈൻ, ഡെഫിനറ്റ്ലി വി വിൽ ചേഞ്ച്. സിംഗിൾ ആണെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ മോണോപ്പൊളിയാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ അത് കിട്ടി, അത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിനിമം അവർ 3 അതാണ്. സോ പീപ്പിൾ ഹാവ്, അതുകൊണ്ട് എന്താ വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, സർവീസ് ക്വാളിറ്റി വിൽ ഇമ്പ്രൂവ്. കാരണം ഒരു എയർലൈൻ അവിടെ നിന്ന് പോകുമ്പോൾ അവർ പറയും ദ റീസൺ വൈ, ബിക്കോസ് യുവർ സർവീസ് നോട്ട് ഗുഡ്. അപ്പോൾ ദേ വിൽ ട്രൈ ടു ഇമ്പ്രൂവ് സർവീസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ പോലൊന്നും അല്ല. ഇപ്പോൾ എവറി കമ്പനി ഈസ് കോമ്പീറ്റിംഗ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് പിന്നെ വി ഹാവ് സം സർവീസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് പ്രകാരം വേണം അവരും വർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു രണ്ടാമത്തെ കമ്പനിയായി, അല്ലെ തേർഡ് കമ്പനിയായി. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതാണ് എയർപോർട്ട് ഓപ്പറേറ്റർ. സെക്കൻഡ് ഈസ് എയർലൈൻ. തേർഡ് വൺ ഈസ് ഹാൻഡ്ലിംഗ് കമ്പനി. ഇപ്പോൾ ഹാൻഡ്ലിംഗ് കമ്പനി 3 പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്നു അവിടെ. ഇത് കഴിഞ്ഞിട്ട് ഇത് കൂടാതെ തന്നെ കേറ്ററിംഗ് കമ്പനീസ് ഉണ്ട് അവിടെ. ഈ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഭക്ഷണം കൊടുക്കണ്ടേ, അപ്പോൾ അവർക്കൊരു ഓഫീസ് ഉണ്ടാവും. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്. ഇതിനകത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് വരുന്നുണ്ട്. അത് ഡിപ്പാർച്ചറിലും അറൈവലിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ടാവും. ഡിപ്പാർച്ചറിൽ പോകുന്ന എല്ലാം ഷോപ്സ് കൂടെ കയറി പോവാം. ആൻഡ് നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കഴിഞ്ഞാൽ പിന്നെ ദ ഹോൾ ഡിപ്പാർച്ചർ ഏരിയ ഈസ് ഫുൾ ഓഫ് ഷോപ്സ്. അതിനകത്തോട്ട് പോയി സാധനം വാങ്ങിച്ച് വി ഗോ ടു ദ ഡിപ്പാർച്ചർ ഗേറ്റ്. അപ്പോൾ അതിന് കുറേ ആൾക്കാരുണ്ട് അവിടെ. ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടും നമുക്ക് ഇൻ ദ ഡിപ്പാർച്ചർ ഹാൾ, മനസ്സിലായില്ലേ? പീപ്പിൾ സ്പെൻഡ് മോർ ടൈം ദ ഡിപ്പാർച്ചർ ഹാൾ ദാൻ ദ അറൈവൽ ഹാൾ. അറൈവലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറത്തു പോകണം, ആൾക്കാരുടെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഡിപ്പാർച്ചർ അങ്ങനെയല്ല. ഡിപ്പാർച്ചറിൽ വി ഗോ ദർ ആർ പീപ്പിൾ ഹൂ വാണ്ട് ടു സ്പെൻഡ് ടൈം ഇൻ ദ എയർപോർട്ട്. ഞാൻ സാധാരണ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു ഡൊമസ്റ്റിക്കിൽ പോകുമ്പോൾ, പിന്നെ ഐ വാസ് ഇൻ ഹൈദരാബാദ് നമ്മൾ ലക്നൗ പോകുമ്പോൾ ഒരു മണിക്കത്തെ ഫ്ലൈറ്റിന് ഞാൻ രാവിലെ 10 മണിക്ക് പോകും എയർപോർട്ടിൽ. അവിടെ പോയി അതിനകത്ത് കയറി അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് എന്തെങ്കിലും ചെറിയ സാധനമൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഒരു 12 ആകുമ്പോൾ ബോർഡ് ചെയ്യും. ആ 2-2.5 മണിക്കൂർ ഐ സ്പെൻഡ് ഇൻസൈഡ്. ദർ ആർ പീപ്പിൾ ഹൂ സ്പെൻഡ് മണി ഓൾസോ ദെയർ. അതിനാണ് എല്ലാവരും 4 മണിക്കൂർ മുമ്പൊക്കെ വരാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസഞ്ചേഴ്സ് ഓൾസോ, ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ഇത് കൂടാതെ വലിയ വലിയ എയർപോർട്ടിലൊക്കെ ദർ ആർ ട്രാൻസിറ്റ് ഹോട്ടൽസ്. ഹോട്ടൽ ട്രാൻസിറ്റിൽ 5 സ്റ്റാർ ഹോട്ടൽസ്. ദർ ആർ 5 സ്റ്റാർ ഹോട്ടൽസ് ഇൻ ദ എയർപോർട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നു, ഒരു 10, 300, 400 പാസഞ്ചർ ഫ്ലൈറ്റ് വന്നു. ഈ ഫ്ലൈറ്റ് കേടായി. ഒരു ഉദാഹരണം പറയണം. ഈ 400 പാസഞ്ചറെ പുറത്തുകൊണ്ട് താമസിപ്പിക്കണമെങ്കിൽ അവർക്ക് വിസ അടിക്കണം. ഏത് ഇപ്പോൾ കൊച്ചി തന്നെ എന്ന് വയ്ക്കാം. കൊച്ചിക്കകത്ത് എയർപോർട്ടിൽ ഒരു ഹോട്ടലില്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്നു, ട്രാൻസിറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റാണ്, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിന് കേടായി കഴിഞ്ഞാൽ ഈ ആൾക്കാരെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ? ഈ വരുന്ന ആൾക്കാർ മൊത്തം ഇന്ത്യക്കാരല്ല ഇതിനകത്തുള്ളത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക, ഹബ് എയർപോർട്ട്സ്. ദുബായ്, ദോഹ, അബുദാബി, ലണ്ടൻ, ഫ്രാങ്ക്ഫർട്ട്, ഇതൊക്കെ ഹബ് എയർപോർട്ടുകളാണ്. ഹബ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു എയർപോർട്ടിൻ്റെ ബേസ് സ്റ്റേഷനാണത്. ഇപ്പോൾ ഇന്ത്യയിൽ എയർ ഇന്ത്യയുടെ ഹബ്ബാണ് ബോംബെ, മനസ്സിലായി? അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എമിറേറ്റ്സിൻ്റെ ഹബ്ബാണ്
ദുബായ്. സോ ദേ ഓപ്പറേറ്റ് ഫ്രം ദുബായ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. ഖത്തർ എയർവേസിൻ്റെ ഹബ്ബാണ് ദോഹ. ദോഹ എയർപോർട്ടിൽ നിന്ന് ഇവരിങ്ങനെ ലോകത്ത് മൊത്തം 300 എയർപോർട്ടിലേക്ക് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ വെൻ എൻ എയർക്രാഫ്റ്റ് കംസ് ദെയർ, അതിൽ പല നാഷണാലിറ്റീസും ഉണ്ടാവും. യു അണ്ടർസ്റ്റാൻഡ്? ഇവർക്ക് പോകാൻ വിസ ഉണ്ടാവില്ല. അപ്പോൾ വെൻ വി ഹാവ് എൻ എയർപോർട്ട് ഹോട്ടൽ, അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാമല്ലോ. അവർക്ക് അതിനകത്ത് സ്റ്റേ ചെയ്യാം. ദേ ആർ നോട്ട് ഗോയിങ് ഔട്ട്, ഇറ്റ് ഈസ് ഇൻ ട്രാൻസിറ്റ്. എയർ സൈഡിലാണ് ഹോട്ടൽ. മനസ്സിലല്ലേ? അവർ എമിഗ്രേഷനിലേക്ക് പോകണ്ട. എയർക്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ അവർ ട്രാൻസിറ്റ് ഹോട്ടലിലേക്ക് പോവാണ്. യു ക്യാൻ സ്റ്റേ ദർ. ഒരു കാര്യം അറിയോ? ദർ ആർ സോ മെനി പീപ്പിൾ ഹൂ കണ്ടക്ട് ദർ മീറ്റിംഗ്സ് ദർ 3-4 days. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സേ ഇപ്പോൾ USA അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് തായ്ലൻഡിലേക്ക് പോകണം. അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു 10-30 ആൾക്കാർ, രാജ്യത്തെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സംഘടിപ്പിച്ച മീറ്റിംഗ് ആണ്. 10-30 ആൾക്കാർക്ക് വിസ എടുക്കാനൊക്കെ ടൈം എടുക്കും. എന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ. അപ്പോൾ ഇവർ വിചാരിക്കും, വൈ ഡോണ്ട് വി കണ്ടക്ട് ദ മീറ്റിംഗ് ഇൻ ദ ഹോട്ടൽ സെൽഫ്? 3 ദിവസമാണ്. അപ്പോൾ അതിന് പെർമിഷൻ വാങ്ങിക്കും നമ്മൾ അവിടെ സിവിൽ ഏവിയേഷൻ്റെ ആൾക്കാർ. എന്ന് പറയുന്ന 30 ആൾക്കാർ അല്ലെങ്കിൽ 40 ആൾക്കാർ, 100 പേര് വരുന്നുണ്ട് ഇവിടെ. ദേ വിൽ സ്റ്റേ ഇൻ ദ ഹോട്ടൽ ഫോർ 3 days. അവർ വന്ന് അതിനകത്ത് താമസിച്ച് 2 ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി പോകും. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന എയർപോർട്ടുകളുണ്ട്. എന്തിന്? ആംസ്റ്റർഡാം എയർപോർട്ടിൽ, ആംസ്റ്റർഡാമിൽ നമ്മൾ ഡിപ്പാച്ചർ കഴിഞ്ഞ് പോകുമ്പോൾ ദർ ആർ പ്ലേസസ് വെർ യു ക്യാൻ ഹാവ് ഗോൾഫ് കോഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, എയർപോർട്ടിനുള്ളിൽ. ആ, അത് ഇറ്റ് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ലൈക്ക്, മനസ്സിലായില്ലേ? ഇത് ശരിക്ക് വാട്ട് യു കോൾ, ഇറ്റ് ഈസ് എ സിമുലേറ്റർ ടൈപ്പ് തിങ്. വെർച്വൽ. അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ടൂർണമെന്റ് നടക്കുന്നതിൻ്റെ ഉള്ളിൽ. മൾട്ടിപ്ലക്സ് ആർ ദർ ഇൻ ദ എയർപോർട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ദുബായിക്ക് പോയി. ദുബായി ചെന്നിട്ട് നമ്മള് ഫ്ലൈറ്റ് രാവിലെ 5 മണിക്ക് അവിടെ, നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് വൈകുന്നേരം 7 മണിക്കാണെന്ന് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണ്ടേ? അതിനകത്ത് ഹോട്ടലിൽ ഇപ്പോൾ കിടന്നുറങ്ങുക ഹോട്ടലിൽ, അല്ലെങ്കിൽ ദേ വിൽ ഗോ ഫോർ മൂവി. കളിക്കുന്ന ആൾക്കാരുണ്ട്, ചിൽഡ്രൻ പ്ലേ ഏരിയാസ് ദർ, പിന്നെ ഫുഡ് കോർട്ട് ഈസ് ദർ. ഇത് ഇറ്റ്സ് എ വെരി ബിഗ് ഒരു എന്താ ഒരു ലോകമാണ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ദർ ഈസ് നത്തിങ് ഇൻ എയർപോർട്ട് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ്. എല്ലാം കിട്ടും. എല്ലാ സാധനം, ബ്രാൻഡഡ് സാധനങ്ങളും മൊത്തം ഈസ് അവൈലബിൾ ഇൻ എയർപോർട്ട്. ആൻഡ് എയർപോർട്ട് ഈസ് എന്താ പറയുക, രാത്രി ആയാലും പകലായാലും ഒരുപോലെയാണത് എപ്പോഴും, ഫുള്ളി ലിറ്റഡ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എയർപോർട്ട് കമ്പനി, ദെൻ എയർലൈൻസ്, then handling companies, then hotels are there, duty free shops are there. ഇങ്ങനെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി അതിനെപ്പറ്റി. ഇപ്പം എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ സാർ, ഡൗട്ട്, നമ്മുടെ സിയാൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ലേ, അത് ട്രിവാൻഡ്രം, ബോംബെ, അപ്പൊ അവിടെ ഇത്രയും ഡിഫറെന്റ് കമ്പനീസ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ എയർപോർട്ടുകളുണ്ട്, മനസ്സിലായി, ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ. ഇപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ സിയാല്, ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ്, കണ്ണൂർ KL, പിന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകൾ ഡൽഹി GMR എയർപോർട്ട്സ്, ഹൈദരാബാദ്, ഗോവ, പിന്നെ എന്താ പറയുക, ബാംഗ്ലൂര്, ചെന്നൈ, കൽക്കട്ട. ഇപ്പോഴേ അതായത് പണ്ടെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഇവിടെ ആകെയുള്ളത് ബോംബെ എയർപോർട്ടാണ്. ബോംബെ, ട്രിവാൻഡ്രം എയർപോർട്ട്, ഡൽഹി ഒന്നും വന്നിട്ടില്ല എയർപോർട്ട്, മനസ്സിലല്ലേ? അപ്പം നമ്മൾ ബോംബെ പോയിട്ട് അവിടെ നിന്ന് പോകുന്നത് ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതെ, ഇവിടുന്ന് ബോംബെ പോയി ബോംബെ എന്നാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും എത്ര എയർപോർട്ടാണെന്ന് അറിയാം. അതുപോലെ ലോകം മുഴുവൻ എയർപോർട്ടുകളുണ്ട്. അപ്പം ദിസ് ആർ ഓൾ ഓപ്പറേറ്റഡ് ബൈ ബിഗ് കമ്പനീസ്. ഇനി എയർപോർട്ടിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, യുനോ, ലോകത്തെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് എയർപോർട്ടാണെന്നറിയാം? ഇല്ല? You should be very proud that സിയാൽ ലോകത്ത് ആദ്യത്തെ, അതായത് പ്രൈവറ്റ് പാർഷ്യൽ എയർപോർട്ട് സിയാൽ എയർപോർട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ എയർപോർട്ടിലൊക്കെ ആദ്യം ഒരു കാലത്ത് എല്ലാം ഗവൺമെൻറ് കീഴിലായിരുന്നു. ഇവിടെ ഫോർ ഇന്ത്യയിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി,
അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, AAI എന്ന് പറയും, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരെ കീഴിലായിരുന്നു ഇവിടുത്തെ എയർപോർട്ടൊക്കെ. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഫെഡറൽ ഏവിയേഷൻ അവരുടെ. അങ്ങനെ ലോകത്തുള്ള എല്ലാ എയർപോർട്ടുകളും അതാത് രാജ്യത്തിൻ്റെ ആയിരുന്നു. അവരെല്ലാം കാണിച്ചു കൊടുത്തത് സിയാലാണ്. അതായത് പ്രൈവറ്റായിട്ടും എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തത്. അന്ന് ഇഫ് ഐ റിമെമ്പർ നോ, ഐ തിങ്ക് കുര്യൻ സാറ് അന്ന് MD എന്ന കാലത്ത് he was called by UK and all, giving lecture to the universities about this, how to start a private airport. ഇപ്പോൾ എല്ലാ എയർപോർട്ടും പ്രൈവറ്റായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടുകളുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ സിയാല്, ട്രിവാൻഡ്രം എയർപോർട്ട് ഈസ് ബൈ അദാനി, കാലിക്കറ്റ് ഈസ് ഓൺലി എയർപോർട്ട് ബൈ എന്താ പറയുക എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ കണ്ണൂർ പ്രൈവറ്റാണ്. ഹൈദരാബാദ് ബൈ GMR, ഡൽഹി GMR, ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, ചെന്നൈ ഈസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ മെജോറിറ്റി ഇവരുടെ കയ്യിൽ തന്നെയാണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ്. ബാക്കി പ്രൈവറ്റ് കമ്പനികളുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇറ്റ്സ് എ വെരി ബിഗ് ഇൻഡസ്ട്രി. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ലത്. Now you have an idea about this thing? Yes sir, മനസ്സിലായി. Anything else? Yes sir. അപ്പം ഇപ്പൊ സാറ് പറഞ്ഞില്ലേ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള കമ്പനീസിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ പ്രൈവറ്റ് അല്ലേ? ഗവൺമെന്റ് ഏജൻസീസിന് എന്തെങ്കിലും? അച്ഛാ, ഓക്കെ. ഇതെല്ലാം പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആണ് ഇതിനകത്ത് എയർപോർട്ടിൽ. ഗവൺമെന്റിന്റെ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ട്. ഇതിനകത്ത് എന്തായിട്ടാ? ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റി. ഇവിടെ നമ്മളുടെ എയർപോർട്ടിന് സെക്യൂരിറ്റി നടത്തുന്നവരാണ് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. അവരാണ് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലെയും സെക്യൂരിറ്റി അവരുടെ കയ്യിലാണുള്ളത്. അതൊരു ഗ്രൂപ്പ്. അവർ they will do the hand baggage screening, they will do the perimeter wall security. The entrance is controlled by these people. Main security is done by the CISF all over India. ഇത് കൂടാതെ പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, എമിഗ്രേഷൻ. അത് ഗവൺമെൻറ് ആണത്. സോ ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമിഗ്രേഷൻ, അല്ലെങ്കിൽ പാസ്പോർട്ട് കൺട്രോൾ പുറത്ത്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണത്. അതുപോലെ ലോകത്ത് എല്ലാ എയർപോർട്ടുകളിലും അവരുടെ സർക്കാരിൻ്റെ കയ്യിലാണ് പാസ്പോർട്ട്. കാരണം പോകുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് എക്സിറ്റ് പെർമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഡു ദേ ഹാവ് വിസ ടു ട്രാവൽ ഔട്ട്സൈഡ് ദ കൺട്രി. ഇവിടുന്ന് പോകുമ്പോൾ വിസ വേണം, ടിക്കറ്റ് വേണം. അപ്പം വി ഹാവ് ടു have all these documents and which they will verify. Are the immigration people, they will stamp. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായി. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ എയർപോർട്ട് ഈസ് എന്താ പറയുക, ഒരു ലെവി ചെയ്യുന്ന സ്ഥലമാണ്, ഡ്യൂട്ടി അടിക്കുന്ന സ്ഥലമാണ് എയർപോർട്ട്. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും അങ്ങനെയുണ്ട്. കസ്റ്റംസ്, ഇത് കസ്റ്റംസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. കാരണം ഇതൊരു ഇൻകമാണ്, സർക്കാരിൻ്റെ ഇൻകം. അതായത് പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഡ്യൂട്ടി അടിക്കുക. ആൻഡ് ദാറ്റ് മണി ഗോസ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മനസ്സിലല്ലേ? അപ്പം കസ്റ്റംസ്, എമിഗ്രേഷൻ, സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇത് എയർപോർട്ടിനകത്ത്. പിന്നെ എയർപോർട്ടിന് പുറത്ത് വേറെ ഉണ്ട് നമ്മുടെ ടവർ. ടവർ കംസ് അണ്ടർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരില്ലാണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ATC, അതുപോലെ ATS, ഇങ്ങനത്തെ കമ്പനികളുണ്ട്. പിന്നെ മെറ്റ് സർവീസ്, മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗവൺമെന്റ് ഏജൻസീസും നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എയർപോർട്ടിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൈഷ്ണവിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ചോദിച്ചതിനൊക്കെ ഉത്തരം കിട്ടിയില്ലേ? അതായത് ഫസ്റ്റ് എയർപോർട്ട് കമ്പനി അല്ലേ, ആൻഡ് വി കോൾ ദം ആസ് എയർപോർട്ട് ഓപ്പറേറ്റർ, ഹു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ്. എല്ലാ കമ്പനീസും അത് ഓരോരോ കമ്പനികൾ. ഇപ്പോൾ കൊച്ചിയിൽ സിയാൽ പോലെ, ഹൈദരാബാദിൽ GMR, ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അങ്ങനത്തെ കമ്പനിയാണ്. അവരാണ് എയർപോർട്ട് ബിൽഡ് ചെയ്തിട്ട് ദേ ഓപ്പറേറ്റ്. എന്നിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും എയർലൈൻസിന് ഇത് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ എയർലൈൻ നോക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണമുണ്ടെന്നുള്ളത്. ഇത് ഇവിടെ എത്ര പാസഞ്ചർ പോകും, നമുക്ക് ഫ്ലൈറ്റ് ഫുള്ളായി പോകാൻ പറ്റുമോ, അതൊക്കെ അവർ നോക്കും. അപ്പോൾ വരുന്ന എയർലൈൻ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്.
Then ഈ എയർലൈൻ ഹാൻഡിൽ ചെയ്യുന്ന handling companies are there, they are the second, third stakeholders. Then shops in the airport, duty free shops and food court, restaurants, അതെല്ലാം അവർ stakeholders ആണ്. Then we discussed about transit hotels, they are also stakeholders, അല്ലേ? Then catering companies are there, അവർ stakeholders ആണ്. Then what we discussed about the പിന്നെ വന്നിട്ട് എമിഗ്രേഷൻ, സെക്യൂരിറ്റി, ഗവൺമെന്റ് ഏജൻസീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയ ഒരു ലോകമാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. എയർപോർട്ട് ക്ലിയർ നൗ? താങ്ക് യു. താങ്ക് യു സർ ഫോർ ദിസ് വാല്യുബിൾ ഇൻഫർമേഷൻ. സോ നമുക്ക് എല്ലാവർക്കും എയർപോർട്ടും അതിലുള്ള കമ്പനീസിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു ഇൻഫർമേഷൻ ആണ് സാർ തന്നിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എയർപോർട്ടിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്.